ശരണം അമ്മേ മധ്യാഹ്നാർക്കസഹസ്രകോടി സദൃശാം മായാന്ധകാരേ സ്ഥിതാം മായാജാലവിരാജിതാം മദകരീം മാരേണ സംസേവിതാം ശൂലം പാശകപാലപുസ്തകധരാം ശുദ്ധാർത്ഥവിജ്ഞാനദാം താം ബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായം, ജ്ഞാനവും മുക്തിയും എപ്രകാരം നേടാമെന്നുള്ളതിനെ ദേവി സ്വയം ദേവന്മാർക്കും ഹിമവാനും ഉപദേശിക്കുന്ന ഭാഗങ്ങളാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. അപ്പോൾ കർമ്മമല്ല ദോഷമായിട്ടുള്ളത്, ആ കർമ്മം അതിനെ നമ്മൾ എപ്രകാരം കാണുന്നു, ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കർമ്മങ്ങളെ ജ്ഞാനകർമ്മങ്ങളെ ആയിട്ട് മാറ്റിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ജ്ഞാന സമ്പാദന മാർഗത്തിലേക്ക് ആ കർമ്മങ്ങളെ നമ്മൾ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അത് അജ്ഞാനത്തിനെ മാറ്റി ജ്ഞാനത്തിനെ നേടിത്തരണു. അതേ കർമ്മങ്ങളെ ഭൗതിക വിഷയങ്ങളിലേക്കാണ് തിരിച്ചുവിടുന്നത് എന്നുണ്ടെങ്കിൽ അതേ കർമ്മങ്ങൾ നമുക്ക് കർമ്മഫലങ്ങളെ നേടിത്തരുന്നു. ആ കർമ്മഫലങ്ങൾ കൊണ്ട് വീണ്ടും ജനന മരണ ചക്രത്തിൽപ്പെട്ട് നമ്മൾ വാച്ചിലെ സൂചി കറങ്ങുന്ന മാതിരി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും രണ്ടും നമുക്ക് നേടിത്തരുന്നത് കർമ്മം തന്നെയാണ്. കർമ്മത്തിലല്ല ദോഷം. കർമ്മം ചെയ്യാതിരിക്കാനും നിവൃത്തിയില്ല. ആ കർമ്മത്തിനെ പ്രവൃത്തിമാർഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് സംസാരബന്ധനവും തദ്വാര ജനന മരണവും സുഖദുഃഖാദികളും അനുഭവിക്കേണ്ടതായിട്ടുള്ള ചക്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതിനെ തന്നെ നിവൃത്തിമാർഗത്തിലേക്ക്, ജ്ഞാനമാർഗത്തിലേക്ക് തിരിക്കുന്ന സമയത്ത് ആത്മജ്ഞാനം നേടി മുക്തി അഥവാ മോക്ഷത്തിലേക്കും അത് കാരണമായി സഹായകമായി തീരുന്നു എന്ന് പറയാണ്. ജ്ഞാനകർമ്മങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാത്തതിനാൽ അത് അസംഭാവ്യമാണ്. ജ്ഞാനം ഹൃദയഗ്രന്ഥിയെ ഭേദിക്കും. അന്ധകരണവൃത്തിയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. അത് ജ്ഞാനത്താൽ ഇല്ലാതാവും. കർമ്മം അതിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അതിനാൽ പരസ്പര വിരുദ്ധങ്ങളാണ് ജ്ഞാനകർമ്മങ്ങൾ. തമസ്സും പ്രകാശവും ഇരുട്ടും പ്രകാശവും ഒരുമിച്ചിരിക്കാത്തതുപോലെ ഇവയ്ക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേദോക്തമായ കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധി വരുത്തുന്നത് വരെ മാത്രമേ വേണ്ടൂ. അതുവരെ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം എന്ന് പറയാണ്. അപ്പോൾ വേദ കർമ്മങ്ങളൊക്കെ ഇതിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കർമ്മകാണ്ഡത്തിലാണല്ലോ ഈ കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കർമ്മങ്ങൾ കൊണ്ട് മോക്ഷം ലഭിക്കില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ അങ്ങനെ ആ വേദത്തിലെ കർമ്മകാണ്ഡം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡം നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ദാന, ഹോമ, വ്രത, നിയമ, തപ, സാഖ്യ, യോഗ കർമ്മങ്ങളൊക്കെ എവിടെ നിന്നും പൊട്ടിമുളച്ചൊന്നുമല്ല. അതൊക്കെ വേദത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ വേദത്തിൽ പറഞ്ഞതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കർമ്മം ബന്ധനത്തിനും ജനന മരണത്തിനും സുഖദുഃഖാദികൾക്കും കാരണമാവും എന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ട് നമുക്ക് പ്രയോജനമില്ല. അങ്ങനെ ജീവന് പ്രയോജനമില്ലാത്ത കാര്യം വേദത്തിൽ എഴുതി വെച്ചത് കൊണ്ട് എന്താ കാര്യം? അങ്ങനെയുള്ള വേദം, അങ്ങനെയുള്ള കർമ്മകാണ്ഡം പഠിച്ചത് കൊണ്ട് നമുക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ വേദോക്തമായിട്ടുള്ള കർമ്മങ്ങൾ എന്തിനാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധി വരുത്താൻ വേണ്ടിയാണ്. ചിത്തശുദ്ധി വരുത്താൻ വേണ്ടി അത്തരത്തിലുള്ള കർമ്മമാർഗങ്ങളൊക്കെ എഴുതി വച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളായിട്ടുള്ള വിഷയങ്ങളെല്ലാം, അഴുക്കുകളെല്ലാം പോയി നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരണു എന്നർത്ഥം. അങ്ങനെ ആ മനസ്സിനെ ആദ്യം ശുദ്ധമാക്കിയാൽ മാത്രമേ നമുക്ക് ജ്ഞാനമാർഗമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും തദ്വാര ആത്മജ്ഞാനം നേടി മോക്ഷമാർഗത്തിലേക്ക് പോകാനും നമുക്ക് സാധ്യമാവുള്ളൂ. അത് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലാതെ കണ്ട് നിവർത്തിയില്ല. അപ്പോൾ വേദത്തിലുള്ള കർമ്മങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ദീർഘത്തിൽ സപ്തമസ്കന്ധം ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും വരുന്നുണ്ട്. നാരദൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളിൽ കർമ്മനിർഹാര ആത്യന്തികമീക്ഷതി. ഒരു കർമ്മം മറ്റൊരു കർമ്മത്തിൻ്റെ ഫലമില്ലാതാക്കാനോ ജനന മരണ സംസാര ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാനോ മുക്തി നേടാനോ അല്ല. കർമ്മത്തിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ചിത്തശുദ്ധി ഉണ്ടാക്കുക. ചിത്തശുദ്ധി ഉണ്ടായാൽ മാത്രമേ ആത്മജ്ഞാനം നമുക്ക് നേടാൻ കഴിയുള്ളൂ. അവിടെ മാത്രമേ ആത്മജ്ഞാനം ഉദിക്കൂ. അത് ദൃഢമായിട്ട് നിൽക്കൂ, നമ്മളെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കൂ. അപ്പോൾ ആ ചിത്തശുദ്ധി ആദ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഉപായങ്ങളാണിതെല്ലാം. ദേഹശുദ്ധി വരുത്തുക, നന്നായിട്ട് മുങ്ങുക, കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ദേഹമെല്ലാം തുടച്ച് വൃത്തിയാവുക. നല്ല ശുദ്ധമായിട്ടുള്ള അലക്കിയ അഴുക്കുകളില്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഭസ്മം, ചന്ദനം മുതലായിട്ടുള്ളതെല്ലാം ധരിക്കുക. രുദ്രാക്ഷം, തുളസി മുതലായിട്ടുള്ള മാലകൾ ധരിക്കുക. അപ്പം ഇതൊക്കെ ധരിച്ചതുകൊണ്ട് നമുക്ക് മുക്തി കിട്ടുമോ? എന്നാൽ പിന്നെ എത്ര എളുപ്പമാണല്ലോ അല്ലേ. ഇതൊന്നും വേണ്ടല്ലോ, ഭാഗവതം വായിക്കുകയോ കേൾക്കുകയോ പറയുകയോ ഒന്നും വേണ്ട, അതൊക്കെ ചെയ്തിരുന്നാൽ പോരെ. അപ്പം അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ പതുക്കെ പതുക്കെ നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാക്കാനാണ്. ആകെ വിയർപ്പും പൊടിയും അഴുക്കും ആയിട്ടുള്ള ഒരു ശരീരം, അതവിടെ ചൊറിയും, ഇവിടെ ചൊറിയും, അവിടെ മാന്തും, ഇവിടെ മാന്തും. ഒരു 4 നാരായണ ജപം ജപിക്കാനിരിക്കുമ്പോൾ തലറാകത്ത് ചൊറിയണമെന്ന് തോന്നും, കാലിൻ്റെ മുട്ട് ചൊറിയണമെന്ന് തോന്നും, മുതുക് ചൊറിയണമെന്ന് തോന്നും. ധ്യാനത്തിലൊന്നും നമുക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. മുഷിഞ്ഞ വസ്ത്രം കാണുമ്പോൾ തന്നെ നമ്മുടെ തന്നെ വസ്ത്രം കാണുമ്പോൾ ചെയ്യുന്നു തോന്നും. അവിടെ അഴുക്ക്, ഇവിടെ അഴുക്ക്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇപ്പം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധി. ഇപ്പം ശരീരശുദ്ധി എന്തിനാ എന്ന് ചോദിച്ചാൽ ശുദ്ധിയോടുകൂടി നമ്മളിരിക്കുമ്പോൾ നമുക്ക് ആ